പല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം, ഞാൻ വീഡിയോ ചെയ്യുന്നത് അധികം പഴയ നടന്മാരെക്കുറിച്ചും പഴയ സിനിമകളെക്കുറിച്ചാണ്. അപ്പോൾ ഒരു സുഹൃത്ത് ഇതിൽ ആവശ്യപ്പെട്ടിരുന്നു പുതിയ നടന്മാരെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം. ഞാൻ പഴയ നടന്മാരിൽ ഏറ്റവും മികച്ച 6 സൂപ്പർ സ്റ്റാറുകളെ തിരഞ്ഞെടുത്തതുപോലെ ഇന്നത്തെ ന്യൂ ജെൻ പിള്ളേരുടെ ഒരു 6 മികച്ച നടന്മാരെക്കുറിച്ച് പറയണമെന്ന്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ ന്യൂ ജെൻ നടന്മാരിൽ 6 നടന്മാരെടുത്താൽ ഒന്നാം സ്ഥാനം പൃഥ്വിരാജിന്. പൃഥ്വിരാജാണ് നല്ലൊരു പൗരുഷമുള്ള ഒരു നടൻ. അതായത് പഴയ നടന്മാരെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല, പുതിയ നടന്മാരെ കൂട്ടത്തിൽ. പഴയ നടന്മാരിൽ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ മുതൽ മോഹൻലാൽ വരെയാണ് മികച്ച നടന്മാർ. അതിന് ശേഷം വന്ന നടന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പൃഥ്വിരാജാണ് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടത് നിവിൻ പോളിക്ക്. നിവിൻ പോളി നല്ല അഭിനയമുള്ള നടനാണ്. അതായത് നമ്മളിപ്പോൾ നിവിൻ പോളിനെ മമ്മൂട്ടിനെ താരതമ്യം ചെയ്താൽ തന്നെ മമ്മൂട്ടിൻ്റെ യവനിക എന്നുള്ള പറഞ്ഞ പടത്തിലുള്ള പോലീസ് ഓഫീസറും പിന്നെ നിവിൻ പോളിൻ്റെ ഒരു ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടില്ല. അതിൽ നിവിൻ പോളിൻ്റെ അഭിനയം നമ്മൾ എടുത്തു നോക്കിയാൽ നിവിൻ പോളിൻ്റെ അഭിനയം നല്ലത്. അതായത് പോലീസ് വേഷത്തിൽ ചോദ്യം ചെയ്യുന്നതെല്ലാം ശരിയായ ശൈലിയിൽ ചോദ്യം ചെയ്യുന്നത്. അന്ന് മമ്മൂട്ടിനെ വലിയ ആളാക്കി വെച്ചിന് യവനികയിൽ ഭയങ്കര അഭിനയം. ഇന്ന് മമ്മൂട്ടിൻ്റെ ആ പടം കാണുമ്പോൾ യവനിക കാണുമ്പോൾ നാടകം പോലെയുള്ളു. അതേസമയത്ത് നമ്മളെ നിവിൻ പോളി നല്ല ഫ്ലെക്സിബിളായിട്ട് അഭിനയിച്ചു. നിവിൻ പോളിക്ക് 2ാം സ്ഥാനം. 3ാം സ്ഥാനം കൊടുക്കേണ്ടത് ടോവിനോ തോമസിനാണ്. ടോവിനോ നല്ലൊരു നടനാണ്. ഈ പൃഥ്വിരാജിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഗെറ്റപ്പുള്ളൊരു നടൻ, നല്ല അഭിനയം, പടങ്ങളെല്ലാം വിജയം. 3ാം സ്ഥാനം ടോവിനോക്ക്, നല്ല അഭിനയമുള്ളതിൽ. 4ാം സ്ഥാനം കൊടുക്കേണ്ടത് അബിൻ്റെ മകനെ ഷെയ്ൻ നിഗം. നല്ല അഭിനയമാണ്, പക്ഷേ ആരൊക്കെയോ പാര വെച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് നടനെ പുറത്താക്കി. 5ാം സ്ഥാനം കൊടുക്കേണ്ടത് ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിലിന് വെറുതെ പൊക്കി അടിക്കുന്നതാണ്. ഒറ്റ ടൈപ്പ് അഭിനയം ഫഹദ് ഫാസിൽ. എല്ലാത്തിലും ഒരു അഭിനയം, വലിയ ആൾ അഭിനയിക്കുന്ന പോലെയാണ് അഭിനയം. ഭരത് ഗോപിയിൽ അഭിനയിക്കുന്ന പോലെയാണ് അഭിനയിക്കുന്നത്. പക്ഷേ എല്ലാം ഒറ്റ അച്ചിൽ വാർത്ത അഭിനയം, റേഞ്ചില്ല. അപ്പോൾ എന്നാലും 5ാം സ്ഥാനം കൊടുക്കാം. 5 ഫഹദ് ഫാസിൽ.